ആന്ധ്രാപ്രദേശ് അതിർത്തിയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ജൊനാഗിരി. മഴക്കാലം ആരംഭിക്കുമ്പോൾ ഈ ഒരു പ്രദേശത്തെ കർഷകർ ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കും. മണ്ണിന്റെ കറുത്ത നിറത്തിൽ ഒരു തിളക്കം കണ്ടാൽ അവരുടെ കണ്ണുകളും തിളങ്ങും. നെല്ലും പയറും കൃഷി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ മണ്ണിൽ നിന്ന് വജ്രം ലഭിക്കുന്നത് സർവ്വസാധാരണമാണ്. കൃഷിക്കാർക്കിടയിൽ മാത്രമല്ല, സാധാരണക്കാരായ ഗ്രാമീണർക്കിടയിലും ഈ വജ്രവേട്ട ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലം അവർക്ക് വിളവെടുപ്പിന്റെയും വജ്രവേട്ടയുടെയും കാലമാണ്. ജൊനാഗിരിയിലെ കൃഷിയിടങ്ങളിൽ വജ്രം കണ്ടെത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ താഴ്വരകളിലും സമതലങ്ങളിലും വജ്രം കാണാമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വില്യം കിങ് എന്ന ബ്രിട്ടീഷ് ഭൂഗർഭ ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ വജ്രം കണ്ടെത്താൻ സഹായിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോൽക്കൊണ്ടയിലെ രാജാക്കന്മാർക്ക് വജ്രങ്ങൾ ലഭിച്ചിരുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു. അവർക്ക് ലഭിച്ച വജ്രങ്ങൾ ഗോൽക്കൊണ്ട കോട്ടയിലെ സൂക്ഷിപ്പുകാരായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കൊഹിനൂർ വജ്രം, ഡാരിയ ഈനൂർ, പിഗോട്ട്, ടൈലർ, ഡിയാമണ്ട് ഡി നാൻസി, കുളിനാൻ, ഓർലോവ്, ഷാ, റീജൻ തുടങ്ങിയ ലോകപ്രസിദ്ധമായ വജ്രങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയവയാണ്. ഈ പ്രദേശങ്ങളിൽ വജ്രങ്ങൾ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എങ്കിലും ഭൗമശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം ഭൂമിക്കടിയിലെ വജ്രങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തിയതാകാം എന്നാണ് പറയുന്നത്. ഭൂമിയുടെ മുകളിലെ പാളികളിൽ അടിഞ്ഞുകൂടിയ വജ്രങ്ങൾ മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തി താഴ്വരകളിലും സമതലങ്ങളിലെയും മണ്ണിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവാം. ജൊനാഗിരിയിലെ വജ്രവേട്ട എല്ലാ വർഷവും മഴക്കാലത്താണ് നടക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ചുപോയി മണ്ണിലടിഞ്ഞ വജ്രങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തും. ഇതാണ് ആളുകളെ വജ്രവേട്ടയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വജ്രങ്ങൾ അവർക്ക് ലഭിക്കും. എന്നാൽ വജ്രം കണ്ടെത്തുന്നവർക്ക് അതിന് നിയമപരമായ അവകാശമില്ല. അവർക്ക് വജ്രങ്ങൾ സർക്കാരിന് നൽകേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ഈ വജ്രവേട്ട ഗ്രാമീണരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ചിലർ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരാകുന്നു. എന്നാൽ എല്ലാവർക്കും വജ്രം ലഭിക്കണമെന്നില്ല. പലരും ദിവസങ്ങളോളം വജ്രം തിരയാൻ ചെലവഴിക്കും. എന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങും. എങ്കിലും ഓരോ മഴക്കാലത്തും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു പുതിയ ജീവിതം സ്വപ്നം കാണുന്നു. ആന്ധ്രാപ്രദേശ് അതിർത്തിയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ജൊനാഗിരി. മഴക്കാലം ആരംഭിക്കുമ്പോൾ ഈ ഒരു പ്രദേശത്തെ കർഷകർ ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കും. മണ്ണിന്റെ കറുത്ത നിറത്തിൽ ഒരു തിളക്കം കണ്ടാൽ അവരുടെ കണ്ണുകളും തിളങ്ങും. നെല്ലും പയറും കൃഷി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ മണ്ണിൽ നിന്ന് വജ്രം ലഭിക്കുന്നത് സർവ്വസാധാരണമാണ്. കൃഷിക്കാർക്കിടയിൽ മാത്രമല്ല, സാധാരണക്കാരായ ഗ്രാമീണർക്കിടയിലും ഈ വജ്രവേട്ട ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലം അവർക്ക് വിളവെടുപ്പിന്റെയും വജ്രവേട്ടയുടെയും കാലമാണ്. ജൊനാഗിരിയിലെ കൃഷിയിടങ്ങളിൽ വജ്രം കണ്ടെത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ താഴ്വരകളിലും സമതലങ്ങളിലും വജ്രം കാണാമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വില്യം കിങ് എന്ന ബ്രിട്ടീഷ് ഭൂഗർഭ ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ വജ്രം കണ്ടെത്താൻ സഹായിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോൽക്കൊണ്ടയിലെ രാജാക്കന്മാർക്ക് വജ്രങ്ങൾ ലഭിച്ചിരുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു. അവർക്ക് ലഭിച്ച വജ്രങ്ങൾ ഗോൽക്കൊണ്ട കോട്ടയിലെ സൂക്ഷിപ്പുകാരായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കൊഹിനൂർ വജ്രം, ഡാരിയ ഈനൂർ, പിഗോട്ട്, ടൈലർ, ഡിയാമണ്ട് ഡി നാൻസി, കുളിനാൻ, ഓർലോവ്, ഷാ, റീജൻ തുടങ്ങിയ ലോകപ്രസിദ്ധമായ വജ്രങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയവയാണ്. ഈ പ്രദേശങ്ങളിൽ വജ്രങ്ങൾ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എങ്കിലും ഭൗമശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം ഭൂമിക്കടിയിലെ വജ്രങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തിയതാകാം എന്നാണ് പറയുന്നത്. ഭൂമിയുടെ മുകളിലെ പാളികളിൽ അടിഞ്ഞുകൂടിയ വജ്രങ്ങൾ മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തി താഴ്വരകളിലും സമതലങ്ങളിലെയും മണ്ണിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവാം. ജൊനാഗിരിയിലെ വജ്രവേട്ട എല്ലാ വർഷവും മഴക്കാലത്താണ് നടക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ചുപോയി മണ്ണിലടിഞ്ഞ വജ്രങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തും. ഇതാണ് ആളുകളെ വജ്രവേട്ടയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വജ്രങ്ങൾ അവർക്ക് ലഭിക്കും. എന്നാൽ വജ്രം കണ്ടെത്തുന്നവർക്ക് അതിന് നിയമപരമായ അവകാശമില്ല. അവർക്ക് വജ്രങ്ങൾ സർക്കാരിന് നൽകേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ഈ വജ്രവേട്ട ഗ്രാമീണരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ചിലർ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരാകുന്നു. എന്നാൽ എല്ലാവർക്കും വജ്രം ലഭിക്കണമെന്നില്ല. പലരും ദിവസങ്ങളോളം വജ്രം തിരയാൻ ചെലവഴിക്കും. എന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങും. എങ്കിലും ഓരോ മഴക്കാലത്തും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു പുതിയ ജീവിതം സ്വപ്നം കാണുന്നു.